കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. സമരത്തിന് 100% പിന്തുണയെന്നും ശുദ്ധവായുവിന് വേണ്ടിയുള്ള സമരമാണെന്നും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം. ദൈവത്തിന്റെ സ്വന്തം നാടിന് നാണക്കേടായി മാറുകയാണ് കട്ടിപ്പാറയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജനങ്ങളെ വേട്ടയാടിയിട്ട് കാര്യമില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുർഗന്ധത്തിന് ശ്വസിക്കാനുള്ള അവകാശം പങ്കുവച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള കൂടിയാലോചനകൾ ഉടനെ തുടങ്ങണം. ജനങ്ങൾ സഹകരിക്കും, യാതൊരു സംശയം വേണ്ട. പക്ഷേ അവർക്ക് ഈ ദുർഗന്ധം ശമിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായാൽ മതി. അതില്ലാതെ അവരെ അടിച്ചൊതുക്കി പ്ലാന്റ് നടത്തുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ്. കളക്ടർ പറയുന്നത് പോലും കേൾക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് എം കെ മുനീർ പറഞ്ഞു. സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിൽ ടോർച്ച് അടിക്കുന്ന കള്ളന്മാരായി പോലീസ് മാറിയെന്നും പ്രതികരണം. കേരളത്തിലെ DIG മുതൽ DSP മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഫ്രഷ് കട്ടിന്റെ സംരക്ഷകരായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ശമ്പളത്തിന്റെ തുട്ട് തരുന്നത് ഫ്രഷ് കട്ടിന്റെ കമ്പനിയല്ല, ഞങ്ങൾ നികുതി പണമാണ്. മര്യാദയ്ക്കാണ് പോലീസെങ്കിൽ ഞങ്ങളും മര്യാദയ്ക്കാണ്. YS അഭിനന്ദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. അഭിനന്ദ്, അതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയക്കാരും, അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരും ആ സമരമുഖത്തുണ്ട്. ശരിയാണ്, അക്രമ സമരം ശരിയായില്ല എന്ന് നമ്മൾ അതിന് തള്ളിപ്പറയുമ്പോഴും അവർ കാലങ്ങളായി അവിടെ ഇരിക്കുകയാണ്. സമരങ്ങൾ പലതരത്തിലുണ്ട്. അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല ഈ നാറ്റം കാരണമെന്ന് പറയുകയാണ്. അപ്പോൾ അത് നാട്ടുകാർ പറയുന്നതിൽ യുക്തിയുണ്ട്. അഭിനന്ദ്, കൂടുതൽ സമരങ്ങൾ സജീവമാവുകയാണോ? ഹാഷ്മി, ഫ്രഷ് കട്ട് സംഘർഷത്തിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം ലീഗ് കോഴിക്കോട് താമരശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു പ്രക്ഷോഭ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. ഈ സർവകക്ഷി യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയതായിരുന്നു. ഇനി കുറ്റക്കാർക്കെതിരെ മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ, അല്ലാത്തവരെ വെറുതെ വിടും, അല്ലാത്തവരുടെ വീടുകളിൽ കയറി ഇറങ്ങില്ല എന്ന് പോലീസ് പ്രഖ്യാപിച്ചതാണ്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ചില ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് ഇപ്പോൾ കയറുന്നതും അതിക്രമം നടത്തുന്നതും. ടോർച്ച് അടിച്ചുകൊണ്ട് സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരെ ഒളിഞ്ഞു നോക്കാൻ പാകത്തിനുള്ള ആളുകളായി ഇപ്പോൾ പോലീസ് മാറിയിരിക്കുന്നു. കള്ളന്മാരാണെന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ പ്രക്ഷോഭ പരിപാടിയിൽ നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്നത് ഇന്ന് ഒരു സർവകക്ഷി യോഗം, രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സർവകക്ഷി യോഗം ഇന്ന് ജില്ലാ കളക്ടർ ചേംബറിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് വിളിച്ചിരുന്നു. അതിലിപ്പോൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ് UDF. ജനപ്രതിനിധികളെ ഇതിനെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് UDF സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആദ്യത്തെ സർവകക്ഷി യോഗത്തിനകത്ത് ജനപ്രതിനിധികളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലെയും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ചുമ്മാ പാർട്ടികളെ വിളിച്ചുകൊണ്ട് ഒരു പേരിനൊരു സർവകക്ഷി യോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന ജില്ലാ കളക്ടർ നടപടിക്കെതിരെ കൂടിയാണ് ബഹിഷ്കരണ പ്രഖ്യാപനം ഇപ്പോൾ UDF നടത്തിയിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് DYFI ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. DYFI പറഞ്ഞത് ഇവിടെയുള്ള സമരസമിതിയും പ്രദേശവാസികൾ നടത്തുന്ന സമരം അത് ന്യായമാണ്, അവരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്, കട്ടിപ്പാറയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് DYFI തന്നെ പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സർവകക്ഷി യോഗത്തിന് ശേഷം സംരംഭം കൊള്ളാവുന്ന ഒരു സംരംഭമാണെന്ന് പറയുമ്പോൾ പോലും അത് ജനവാസ മേഖലയിൽ സ്ഥാപിക്കാൻ പറ്റിയ സംരംഭമാണോ എന്ന കാര്യം ആലോചന വിധേയമാണ്. കാരണം അത്രത്തോളം രൂക്ഷമായ ദുർഗന്ധം അവിടെ ഉണ്ടാകുന്നു. അവിടെ ഈ പറഞ്ഞ ജലാശയങ്ങൾ, കിണറുകളിലൊക്കെ കട്ടിക്ക് ഈ വെളുത്ത പത, കോഴി വേസ്റ്റിൻ്റെ ഒക്കെ വെളുത്ത പത പൊങ്ങി വരുന്നതൊക്കെ ആ നാട്ടുകാർ നമ്മൾ നെസ്കേൻ ഫോർട്ടിക്ക ആ സമരപന്തൽ പോകുമ്പോഴൊക്കെ അവർ പറയുന്നതൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനിടയിൽ അക്രമസമരം ഉണ്ടായി. ഈ അക്രമസമരത്തിന് പിന്നിൽ തന്നെ ഒരു DIGയുടെ ഗൂഢാലോചന ഉണ്ടെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഒരു പരാതിക്കാരൻ കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴും ആ മുഖംമൂടി ധരിച്ച ആളുകൾ ആരാണ്, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, അവർ സമരക്കാരൻ തന്നെ ആയിരുന്നോ, മറ്റെന്തെങ്കിലും ഗൂഢ ലക്ഷ്യം ഉണ്ടായിരുന്ന കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.